എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിഷേക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തുവാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ പേരാണ് ഉളിയന്നൂർ ശ്രീ മാടത്തിലപ്പൻ മഹാദേവ ക്ഷേത്രം, അതുമല്ലെങ്കിൽ ശ്രീ മാടത്തിലപ്പൻ ക്ഷേത്രം. ഈ ക്ഷേത്രം ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. കാര്യം ഈ മാടത്തിലപ്പൻ എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തിലെ മൂർത്തി അറിയപ്പെടുന്നത് മാടത്തിലപ്പൻ എന്ന പേരിലായതുകൊണ്ട് നമ്മൾ ശ്രീ മാടത്തിലപ്പൻ മഹാദേവ ക്ഷേത്രം എന്നും പറയുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ, ഒരുപക്ഷെ ഭാരതത്തിലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ശിവക്ഷേത്രം എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BC 525 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മിതി സാക്ഷാൽ പരശുരാമൻ്റെ കൈകളാൽ സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാണ് മാടത്തിലപ്പൻ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ളൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരശുരാമൻ ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിലിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം അതിനു വേണ്ടി നിർമ്മിച്ച ഒരു ശിവലിംഗമാണ് ഇതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഈ മാടത്തിലപ്പൻ്റെ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴിയും ഇതാണ് മാടത്തിലപ്പൻ ക്ഷേത്രം. അതായത് നമ്മുടെ ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി മുഴുവനും. ഒരു 6 മാസം മുമ്പാണ് നമ്മളിപ്പോൾ കാണുന്ന പോലെ സ്റ്റെപ്പിൻ്റെ ഇവിടെ സിമെൻറ്റ് ഇട്ടേക്കുന്നത്. മുമ്പ് ഇങ്ങനെ സിമെൻറ്റ് ഇട്ടുണ്ടായില്ല, ഫുള്ള് വെട്ടുകല്ലായിരുന്നു. ഒരു 15 വർഷം മുമ്പ് വരെ നമുക്ക് ഇതിൻ്റെ മേലെ കയറി തൊഴുവായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെയും കുറച്ച് വീക്കായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇടിഞ്ഞ് വീഴുമെന്നുള്ള പേടി കാരണം ഇപ്പോൾ ആളുകളെ കയറ്റുന്നില്ല മുകളിൽ. അപ്പോൾ നമ്മൾ വഴിപാടിന് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴ്ത്തി സ്റ്റെപ്പിൻ്റെ ഇവിടെ വയ്ക്കും. പൂജ ചെയ്യുന്ന സ്വാമി മാത്രമേ മുകളിൽ കയറുള്ളൂ ഇവിടെ. അതും കുറച്ച് റിസ്ക് എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പഴയ ബിൽഡിംഗ് ആണിത്. കാര്യം എന്താണെന്ന് വെച്ചാൽ BC 525. അപ്പോൾ തന്നെ ഒന്ന് ആലോചിക്കാമല്ലോ എത്രയോ വർഷം പഴക്കമുണ്ടെന്ന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 അടി ഉയരത്തിലാണ് ഈ മാടത്തിലപ്പൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്ര ദൂരെ നിന്ന് വേണം ദർശിക്കാനായിട്ട്. മാടത്തിലപ്പൻ ക്ഷേത്രത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയ്ക്ക് പുറമെ സ്വയംഭൂ ഗണപതിയും കൂടിയുണ്ട്. അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം പൊങ്ങി വന്നു എന്ന് വിശ്വസിക്കുന്നു. സ്വയംഭൂ ഗണപതിയും കൂടി ഇവിടെ ഒരു പ്രതിഷ്ഠയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഉളിയന്നൂർ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഈ പഴക്കമേറിയ അല്ലെങ്കിൽ ഈ മാടത്തിലപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വേണം നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് പോവാൻ. അതാണ് ഒരു വിശ്വാസം. അപ്പോൾ ഈ ക്ഷേത്രം പരശുരാമൻ ഒറ്റയ്ക്കല്ല പണിതത്, കൂടെ ശിവൻ്റെ ഭൂതങ്ങളുടെ സഹായവും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ പരശുരാമ ഭഗവാന്റെ യാഗങ്ങളും അതുകൂടാതെ തന്നെ തപസ്സൊന്നും തടസ്സപ്പെടാതിരിക്കാനായിട്ട് എപ്പോഴും ശിവൻ്റെ ഭൂതഗണങ്ങളുടെ സഹായമുണ്ടായി. അപ്പോൾ ആ തപസ്സിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടി ശിവൻ്റെ ഭൂതങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിന് വലിയൊരു മതിൽക്കെട്ട് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കാണുന്നതാണ് ഈ ചിത്രത്തിൽ കാണുന്ന മതിൽക്കെട്ട്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായിരുന്നു പണി തുടങ്ങിയത്. പക്ഷേ പകലാവുമ്പോഴേക്കും ഭൂതങ്ങളുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ ശക്തി ക്ഷയിച്ചപ്പോൾ മതിൽ പകുതിക്ക് വെച്ച് ഇട്ടുകൊണ്ട് പോകേണ്ടി വന്നു. ഇപ്പോഴും നമുക്ക് ആ ക്ഷേത്രത്തിൽ കാണാം, ഈ മതിൽ അവിടെ പകുതിയായിട്ട് കിടക്കുവാണ്. ഈ ഭാഗമൊക്കെ അതിൻ്റെ റിമൈൻസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കുറച്ചൊക്കെ പിന്നെ ഇത്ര കാലപ്പഴക്കം വന്നപ്പോൾ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പകുതി വന്നേക്കുന്ന മതിൽ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാര്യം ലോകത്ത് വേറെ ഒരു ക്ഷേത്രത്തിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ നാട്ടിലാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാര്യം കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ഉളിയന്നൂർ എന്ന് പറയുന്ന ഗ്രാമം വരുന്നത്. മാടത്തിലപ്പൻ സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനം ഇരുന്നിട്ടാണ്. അതായത് മാടത്തിലപ്പൻ ക്ഷേത്രത്തിലെ പരമേശ്വരൻ അല്ലെങ്കിൽ ആ മൂർത്തി കിഴക്കോട്ടാണ് ദർശനം. അപ്പം മാടത്തിലപ്പൻ ക്ഷേത്രത്തെ പറ്റി എല്ലാവർക്കും ഏകദേശം ഒരു ധാരണയായി എന്ന് കരുതുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കാം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു രൂപം, ഇതിനെയാണ് ഉളിയന്നൂർ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഉളിയന്നൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി സാക്ഷാൽ പെരുന്തച്ഛനാണ് നടത്തിയത് എന്ന് വിശ്വസിക്കുന്നു.
BC 525 കഴിഞ്ഞ് ഏതാനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപം. അതായത് പഴയ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ദൂരത്തിലാണ് പുതിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് പെരുന്തച്ഛൻ്റെ നിർമ്മിതിയായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം എഞ്ചിനീയർ എന്ന് വിശ്വസിക്കപ്പെടുന്ന പെരുന്തച്ഛൻ നമുക്കറിയാം മരപ്പണി, കൽപ്പണി, അങ്ങനെ എല്ലാവിധ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വാസ്തുവിദഗ്ധനും കൂടിയാണ്. അപ്പോൾ എല്ലാവിധ പണികളും അറിയാവുന്ന പെരുന്തച്ഛൻ്റെ നിർമ്മിതിയാണ്. അതായത് ആ ഒരു അത്ഭുതം തന്നെ നമുക്ക് ആ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ട ശ്രീകോവിലാണ്. വട്ട ശ്രീകോവിലും പിന്നെ വലിയൊരു ചുറ്റുമതിലും അതെല്ലാം നമുക്കുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇത് കറക്റ്റ് ഏത് വർഷമാണ് പണിതേതെന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. അതായത് പുതിയ ക്ഷേത്രത്തിൻ്റെ കാര്യം അതിപ്പോഴും ആളുകൾക്ക് അറിയില്ല. പിന്നെ ഈ കൊടിമരവും ഇതൊക്കെ നമുക്ക് റീസെൻ്റായിട്ട് അടുത്ത് പണിത് വന്നേക്കുന്നതാണ്, അതായത് നമ്മുടെ ഈ സമയങ്ങളിൽ. പക്ഷേ ഈ ക്ഷേത്രമൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലക്കാർക്ക് പോലും ജില്ലയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നുള്ളത് അറിയില്ല. അതും ചരിത്രം ഒരുപാട് ഉറങ്ങുന്നൊരു ക്ഷേത്രമാണിത്. അപ്പോൾ പെരുന്തച്ഛൻ്റെ നിർമ്മിതിയിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 68 മരത്തൂണുകളാണുള്ളത്. ഈ 68 മരത്തൂണുകളിൽ 64 തൂണുകൾ കേരളത്തിൻ്റെ കലാരൂപങ്ങളെയും 4 തൂണുകൾ പ്രധാനപ്പെട്ട വേദങ്ങളെയും പ്രതിപാദിപ്പിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു ബലിക്കല്ലാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വലിയ ബലിക്കല്ലുള്ള ക്ഷേത്രങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ല, അതും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത്, അതായത് ആലുവ, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത്രയും വലിയൊരു ബലിക്കല്ലുള്ള ക്ഷേത്രം വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ല വലിയ ബലിക്കല്ലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ വലിയ നമസ്കാര മണ്ഡപവും ആ നമസ്കാര മണ്ഡപത്തിൽ വലിയൊരു നന്ദികേശൻ്റെ പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. അതായത് അന്നത്തെ ആ ഒരു നാടുവാഴിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വലിയൊരു നമസ്കാര മണ്ഡപത്തിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ക്ഷേത്രത്തിൽ പരമേശ്വരൻ തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ പരമേശ്വരൻ്റെ നടയുടെ പുറകിലായിട്ട് തന്നെ പാർവതി ദേവിയുടെ നടയും കൂടെ വരുന്നുണ്ട്. പാർവതി ദേവിയും നന്ദികേശനും പടിഞ്ഞാട്ട് ദർശനം, അതായത് പടിഞ്ഞാറ് വശത്ത് തിരിഞ്ഞു നിർത്തിയാണ് നമുക്ക് ദർശനം തരുന്നത്. ഈ വട്ടശ്രീകോവിലിൻ്റെ അവിടെ നമുക്ക് ഈ ആനയുടെ ഒരു ഡിസൈനൊക്കെ പെരുന്തച്ഛൻ നല്ല രീതിയിൽ മരത്തിൽ അത് കൊത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കത് കാണാൻ പറ്റും. കാര്യം ഒരു ആർക്കിടെക്ചർ മാർവൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയായിട്ട്, അത്ര മനോഹരമായിട്ടും ഡീറ്റെയിലിംഗ് ആയിട്ടൊക്കെയാണ് ഇത് പണിതേക്കുന്ന ഈ ഒരു ക്ഷേത്രം. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-12 ഏക്കറോളം സ്ഥലത്തിലാണ് ഇത് കിടക്കുന്നത് മൊത്തത്തിൽ. കാര്യം അത്ര നല്ല ഏരിയയും ഉണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശാന്തതയാണ് ഇവിടെ. അതായത് നമുക്ക് ആ ഒരു അനുഭൂതി യഥാർത്ഥത്തിൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് ഞാൻ പറഞ്ഞു ആ ഒരു നമസ്കാര മണ്ഡപം എന്ന് പറഞ്ഞു. ഈ ഒരു നമസ്കാര മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മരങ്ങൾ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അന്നത്തെ നാടുവാഴി ഒരുപാട് സ്ഥലത്തു നിന്ന് മരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ഒരു റൂഫ് പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കഴുക്കോലെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് വേണ്ടി വരും. അപ്പോൾ അന്ന് പെരുന്തച്ഛൻ എത്രയൊക്കെ നോക്കിയിട്ട് ഈ ഒരു കഴുക്കോല്, അതായത് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ എത്തിക്കണം. കാര്യം ആ മണ്ഡപം അങ്ങനത്തെ ഒരു ഷേപ്പാണ്. എത്രയൊക്കെ നോക്കിയിട്ടും ഇതങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ പെരുന്തച്ഛനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ശ്രമിക്കുകയാണ്. അവസാനം ഇങ്ങനെ ഭഗവാനെ വിളിച്ചു, ഭഗവാനെ എന്താ ഇത് എനിക്കിങ്ങനെ പറ്റാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് പല ക്ഷേത്രങ്ങളും പണിത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ആ ഒരു ഷേപ്പിൽ, അതായത് നാടുവാഴി പറഞ്ഞ ആ ഒരു ഷേപ്പിൽ എത്തിക്കുകയും വേണമല്ല നമസ്കാര മണ്ഡപം. ആ മണ്ഡപമാണ് ഈ ചിത്രത്തിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ പെരുന്തച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു. അശരീരി മറ്റൊന്നും അല്ലായിരുന്നു, ചെത്തിക്കുറയ്ക്കൂ കൊള്ളിക്കാം. അതായത് നമ്മുടെ ആ ഒരു കഴുക്കോലിൻ്റെ അറ്റം ചെത്തി മിനുസപ്പെടുത്തി വളരെ ഷാർപ്പാക്കൂ, അപ്പം നമുക്ക് നല്ലോണം കൊള്ളിക്കാമെന്ന്. ആ അശരീരി ഭഗവാൻ പരമേശ്വരൻ്റെ ആണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പെരുന്തച്ഛൻ ആ ഒരു അശരീരി കേട്ട അനുസരിച്ച് ചെത്തി കുറച്ചു. അപ്പോൾ അത് അത്ഭുതം എന്ന് പറയാലോ, മരങ്ങൾ കുറച്ചേ വേണ്ടി വന്നുള്ളൂ, നല്ലോണം എല്ലാം കൊള്ളുകയും ചെയ്തു. നമസ്കാര മണ്ഡപം കൺസ്ട്രക്ഷൻ തീരുകയും ചെയ്തു. അപ്പം അങ്ങനെ കുറേ ഒരുപാട് നാളെടുത്താണ് ഈ ഒരു ക്ഷേത്രം, അതായത് പുതിയ ക്ഷേത്രം പണി തീർത്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് തർക്കം വന്നത് കുളത്തിൻ്റെ പേരിലാണ്. ക്ഷേത്രമാകുമ്പോൾ ക്ഷേത്രക്കുളം വേണമല്ലോ. അപ്പം ക്ഷേത്രക്കുളത്തിൻ്റെ നിർമ്മിതിയിൽ ഒരു തർക്കം വന്നു.
അതായത് പലവരും പല ഷേപ്പ് പറഞ്ഞു. ചിലവർ പറഞ്ഞു ഈ ക്ഷേത്രം സ്ക്വയർ ഷേപ്പിൽ വേണം, മറ്റു ചിലവർ പറഞ്ഞു സർക്കിൾ ഷേപ്പിൽ വേണം, വേറെ ചിലവർ പറഞ്ഞു റെക്റ്റാങ്കിൾ വേണം. ഞാൻ റെക്റ്റാങ്കിൾ സ്ക്വയർ എന്നൊക്കെ ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നുള്ളൂ. അന്ന് പല ഷേപ്പുകളും പറഞ്ഞു കേട്ടോ ആളുകൾ, ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ. ഇങ്ങനെ സർക്കിൾ റെക്റ്റാങ്കിൾ എന്ന കാര്യം ഇന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് വൃത്താകൃതി, ചതുരാകൃതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആകൃതികൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തർക്കം മൂത്തപ്പോൾ പെരുന്തച്ഛൻ നാടുവാഴിയോട് ചോദിച്ചപ്പോൾ നാടുവാഴി പറഞ്ഞു, തച്ചൻ എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് അങ്ങോട്ട് പണിതോളൂ എന്ന് പറഞ്ഞു. ഉത്തമം എന്താണെന്ന് തോന്നുന്നു. കാര്യം തച്ചന് വിട്ടുകൊടുത്തേക്കാണ്. കാര്യം ഇവർക്കെന്ന് പറയുമ്പോൾ അത്ര നല്ല സ്ഥാനമാണ് പെരുന്തച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പെരുന്തച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെയും വെറുപ്പിക്കാൻ പറ്റില്ല, എന്നാൽ നാടുവാഴിക്ക് തൃപ്തിയാവുകയും വേണം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺകെട്ട് വിദ്യ അങ്ങോട്ട് പ്രയോഗിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ മനസ്സിൽ എന്ത് രൂപം ഉദ്ദേശിക്കുന്നോ ആ രൂപത്തിൽ ക്ഷേത്രക്കുളം തെളിഞ്ഞു വരും. ഞാൻ ആ കുളം കാണിച്ചു തരാം. ഇത് തീർത്ഥകുളം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ മനസ്സിൽ സ്ക്വയർ ഷേപ്പ് ഉദ്ദേശിച്ചാണ് ഈ ക്ഷേത്രത്തിൻ്റെ കുളം ഒരു വശത്ത് നിന്ന് നോക്കണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ തെളിഞ്ഞു വരും. സർക്കുലർ ഷേപ്പിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ആ വട്ടത്തിൻ്റെ ആകൃതിയിൽ, അതായത് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ തെളിഞ്ഞു വരും. അപ്പം അങ്ങനെ ഒരു അത്ഭുതം തീർത്തൊരു കുളമാണ്. ഇപ്പോൾ ഇത് കുറേയൊക്കെ മൂടിപ്പോയി. മുമ്പൊരു വലിയ കുളമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുറേയൊക്കെ സ്ഥലമൊക്കെ എടുത്തു പോയി. ഇന്നിപ്പോൾ ഈ കാണുന്ന നിലയിലേ ഉള്ളൂ. എന്നാലും ഞാൻ മനസ്സിലൊരു സ്ക്വയർ ഷേപ്പ് ഉദ്ദേശിച്ചപ്പോൾ വന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ഷേപ്പ് ഞാൻ എൻ്റെ ഫോണിൽ പകർത്തിയതാണ്. ഈ ഒരു ചിത്രം എത്രത്തോളം വ്യക്തമായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഈ ഒരു അത്ഭുത തീർത്ഥക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഉളിയന്നൂർ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചരിത്രകഥയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഇനി ഞാൻ കുറച്ച് ചരിത്രമാണ് പറയാൻ പോകുന്നത്. അതായത് പെരുന്തച്ഛൻ്റെ മകൻ അന്ന് ഈ നാടുവാഴിയുടെ മകളായിട്ട് ഒരു പ്രണയത്തിലായിപ്പോയി. അതായത് അപ്പോൾ എല്ലാ ദിവസവും ഇവർ തമ്മിൽ കാണും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നാടുവാഴി അത് പരാതി പറയാൻ തുടങ്ങി പെരുന്തച്ഛനോട്. കാര്യം നമുക്ക് തച്ചനെ നാടുവാഴിക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാനും പറ്റില്ല, എന്നാൽ ഈ മകൻ്റെ ശല്യം തീർക്കുകയും വേണം എങ്ങനെയെങ്കിലും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടുവാഴിയും സഹിക്കില്ല തൻ്റെ മകളെ, അതും ഒരു ആശാരിയുടെ മകൻ സ്നേഹിക്കുന്നു എന്നൊക്കെ അറിഞ്ഞാൽ. അപ്പോൾ പെരുന്തച്ഛൻ പറഞ്ഞു, തമ്പുരാൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ മണ്ഡപം പണിയുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ അതിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തുന്ന സമയത്ത് പെരുന്തച്ഛൻ്റെ മകൻ അവിടെ താഴത്ത് വേറെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുകളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പെരുന്തച്ഛൻ മറ്റൊന്നും ചെയ്തില്ല, ഉളി നേരെ താഴത്തോട്ട് ഇട്ടു. പാവം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആ കഴുത്തിൽ കൊണ്ടിട്ട് തലയറ്റുപോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് പെരുന്തച്ഛന് തൻ്റെ കൈ കൊണ്ട് സ്വന്തം മകനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്തിന്? നാടുവാഴിയുടെ നിർബന്ധപ്രകാരം. ഭയങ്കര സങ്കടമായ പെരുന്തച്ഛൻ അന്ന് തൻ്റെ കയ്യിലിരുന്ന ഉളി ഇവിടെ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ഉളി ഊന്നിയൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പറഞ്ഞ് ഉളിയന്നൂർ എന്നായി. അതായത് പെരുന്തച്ഛൻ ഉളി ഉപേക്ഷിച്ച സ്ഥലമാണ് ഉളിയന്നൂരായി പിന്നീട് അറിയപ്പെട്ടത്. ആ ഉളി ഉപേക്ഷിച്ച പെരുന്തച്ഛൻ അതായത് ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ഈ ഉളി എൻ്റെ കൈ കൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞു. അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിലെ മൂർത്തിയെ ശപിക്കുകയും ചെയ്തു. ഭഗവാനെ, കരുണയില്ലാത്ത അങ്ങ് ചൈതന്യമറ്റ് പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ ശാപം ഭഗവാൻ പരമേശ്വരനെ ഏറ്റുവാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും, അതായത് ഇത്ര പ്രസിദ്ധമായ ക്ഷേത്രമായിട്ട് ഇപ്പോഴും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5-10 ആൾ, അതിനപ്പുറം കാണില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശാപം വന്നു പോയി. ഇത്ര നല്ല ക്ഷേത്രമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇപ്പോഴും ഉത്സവത്തിൻ്റെ സമയമാവണം പിന്നെയും ആളുകളെ കാണണമെങ്കിലും മറ്റ് മഹാക്ഷേത്രങ്ങളിൽ അത്രയൊന്നും ആളുകൾ ഇവിടെ അപ്പോഴും കാണാറില്ല. മിക്കവാറും ആൾ കുറവായിരിക്കും. പക്ഷെ എന്നാലും നല്ലൊരു ശാന്ത അന്തരീക്ഷമാണ്. ഇപ്പം ആൾ കുറഞ്ഞു എന്ന് കരുതി ചൈതന്യമില്ല എന്നർത്ഥം വരുന്നില്ല. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നടക്കുകയൊക്കെ ചെയ്യും ഇവിടെ. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ സമയം വരുന്നത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ വെളുപ്പിന് 5 മണി തൊട്ട്, വെളുപ്പിന് 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. 5 മണി തൊട്ട് രാവിലെ 10 മണി വരെ നമുക്ക് കയറാം. അതിനൊരു സമയമുണ്ട്. 10:30ക്കാണ് നട അടയ്ക്കുന്നത്. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ 5:15 തൊട്ട് 7:30 വരെയും അതാണ് സമയം വരുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് വരുന്നത് ശ്രീ മാടത്തിലപ്പൻ ക്ഷേത്രത്തിലാണെങ്കിൽ ഒറ്റയപ്പം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടെന്ന് പറയുന്നത്. നമ്മുടെ സ്വയംഭൂ ഗണപതിക്ക് ഒറ്റയപ്പം നേരുന്നതാണ് പ്രധാനപ്പെട്ട വഴിപാട്. പിന്നെ ഉണ്ണിയപ്പം ഇതുണ്ട്, കൂട്ടപ്പം ഉണ്ട്. അതുകൂടാതെ തന്നെ അടനിവേദ്യം,
പിന്നെ പരമേശ്വരന് പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഇങ്ങനെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാവിധ വഴിപാടുകളുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എറണാകുളത്ത് വരുന്നവർ ഈ ക്ഷേത്രം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാനപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക്